ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞായറാഴ്ചയുടെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും കേട്ടോ. അഭിഷേകാഗ്നി കൂടണേ. ഇന്നത്തെ അഭിഷേകാഗ്നിയുടെ തുടക്കഭാഗത്ത് നല്ലൊരു ശക്തമായ ശുശ്രൂഷ കർത്താവ് കൃപയാൽ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രത്യേകം അതിനകത്ത് കൂടണം കേട്ടോ. ചിലപ്പോൾ കുറെ ആൾക്കാർ ടോക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ, എന്നാലും പോയി ഒന്നുകൂടെ കൂടിക്കോ. സ്ഥലം കണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, സംബന്ധിച്ചേ കുഴപ്പമില്ല. നിങ്ങൾ ഈ ടോക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അട്ടപ്പാടിയിലെത്തി എന്ന് ഈ കർത്താവിൽ പ്രത്യാശിക്കുന്നത് നേരത്തെ എടുത്തു വെച്ചതാണ്. കാരണം എന്താ വെച്ചാൽ വൈദികരുടെ ധ്യാനമല്ല തുടങ്ങുന്നത്. നന്നായിട്ട് പ്രാർത്ഥിക്കണേ. നമ്മൾ ഒരുമിച്ചുള്ളൊരു ധ്യാനമാണ്. നിങ്ങൾ പ്രത്യേകം നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ്ങിന്റെ പ്രത്യേക നിയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകോദര സഹോദരങ്ങളായ ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ബ്ലെസ്സിങ് ആണ്. കോമ്പിനേഷനൊക്കെ ഉള്ള വിട്ടു, സഹശുശ്രൂഷകരെന്ന് വിട്ടു കേട്ടോ. ഏകോദര സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതെന്താന്ന് വെച്ചാൽ മലയാളം അറിയാവുന്ന അപ്പനോടും അമ്മ ചോദിക്കും കേട്ടോ. നമ്മൾ ഒരേ കുടുംബത്തിൽ പറഞ്ഞവര്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് പേര് ഈ ശുശ്രൂഷ ഇന്നലത്തെ സാക്ഷിയൊക്കെ നിങ്ങൾ കേട്ടില്ലേ. അതായത് ടോക്കൊക്കെ പലർക്കും അയച്ചു കൊടുക്കുന്നവർ, അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ശുശ്രൂഷിക്കേണ്ട പ്രാർത്ഥിക്കുന്നവര്, അയച്ചു കൊടുക്കുന്നവര്, അങ്ങനെ എല്ലാ മേഖലകളെയും ഈ ശുശ്രൂഷമായി ടോക്ക് എടുക്കുന്നവര് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയും ബ്ലെസ്സിങ്ങുമാണ്. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. ഞാനത് പറയാൻ ആദ്യം വിചാരിച്ചിരുന്നതാണ്. നമുക്ക് അമേരിക്കയിലെ ഓസ്റ്റിനില് എല്ലാ തേർഡ് സാറ്റർഡേയിലും ഒരു കൺവെൻഷൻ നടക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. നമ്മുടെ ഓസ്റ്റിനില് അവിടെ ആ സെന്ററിൽ വെച്ചിട്ടാണ്. അപ്പൊ അത് ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട സേവർക്കം വട്ടാഴ്ചയാണ്. അത് 3-ാം ശനിയാഴ്ച തേർഡ് സാറ്റർഡേ കൺവെൻഷൻ ജൂലൈ മാസം 19-ാം തീയതിയാണ് അതുള്ളത്. ഞാനൊരു കാർഡും കൂടി ഇട്ടേക്കാം കേട്ടോ. അമേരിക്കയിലുള്ളത് ബാക്കി എല്ലാവർക്കും ഒക്കെ ഒന്ന് അയച്ചു. 1 ഡേ കൺവെൻഷൻ രാവിലെ ആരംഭിച്ച് വൈകുന്നേരം ആകുമ്പോൾ തീരും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം നിങ്ങളെ ആ പ്രദേശത്തേക്ക് ഉള്ളവർ അറ്റാച്ച്മെന്റ് വരും, പ്രത്യേകം ക്ഷമിക്കുകയാണ് കേട്ടോ. കാർഡുകൾ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. പ്രൈസ് ദി ലോർഡ്. പറയുമ്പോൾ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യൂദാസിന്റെ ലേഖനത്തിൽ അതിന്റെ ഒരധ്യായമേ ഉള്ളൂ. അപ്പൊ അതിന്റെ 18-ാമത്തെ വാക്യത്തിലാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ്: അവസാന കാലത്തെ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു അഭിഷേകാഗ്നി അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അവസാന കാലത്തെ മനുഷ്യരുടെ പ്രത്യേകത, കൃതജ്ഞർ, നന്ദിയില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകൾ വരും. പിന്നെ അവരുടെ ചില പ്രത്യേക കുറച്ച് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, അവസാന കാലത്തുള്ള മനുഷ്യരുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്. എന്താണ്? അവര് അധമ വികാരങ്ങൾക്ക് ഒരുപാട് അകപ്പെട്ടു പോകും. ഈ ലോകത്തിന്റെ പാപത്തിന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കാലങ്ങൾ കഴിയും തോറും മ്ലേച്ഛതയുടെ പാപം കൂടി വരികയാണ്. അധമ വികാരങ്ങൾ എല്ലാ മേഖലകളിലും. എന്നാൽ ഒരുപാട് പരദോഷം. നിങ്ങൾ ഈ വമ്പ് പറയുന്ന നാവെന്നൊക്കെ പറഞ്ഞിട്ട് വെളിപാട് പുസ്തകത്തിലോ ദാനിയേൽ പ്രവചനത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, പരദൂഷണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പരദൂഷണത്തെ കുറിച്ചൊക്കെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് കൊറിന്തോസ്യരുടെ ലേഖനത്തിൽ കിടക്കുന്നുണ്ട്, വ്യഭിചാരി, സ്വർഗ്ഗപോയി, അങ്ങനത്തെ കുറെ ലിസ്റ്റ് കൊടുത്തിട്ട് പറയുക. എന്നിട്ട് പരദൂഷണം എന്ന് പറഞ്ഞ് എക്സ്ട്രാ എടുത്ത് പറഞ്ഞിരിക്കുക. അവർ ദൈവരാജ്യം അവകാശമാക്കിയാലെന്ന വചനം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ 15-ാം സങ്കീർത്തനം കോട്ടിന്ന് വയ്ക്കുക പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ കൂടാരത്തിൽ ആര് പ്രവേശിക്കും? നാവിന്റെ ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ ആദരത്തിൽ വ്യാജം കാണപ്പെട്ടില്ലെന്ന് വെളിപാട് ദിവസത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ഈ അവസാന കാലമാകുമ്പോൾ നമ്മൾക്ക് അതിപ്പോൾ പറഞ്ഞു അതൊരു പാപം പോലും അല്ലാത്തൊരു സ്ഥിതിയിലേക്ക് അങ്ങോട്ട് വരും. അധമ വികാരം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മീയ കാര്യങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണം വരും. അത് നൈസർഗിക എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ സാധിക്കുവാണെങ്കിൽ ഒരു വലിയ ടോക്ക് അതിനെക്കുറിച്ചൊക്കെ എടുക്കാമെന്നൊരു ചിന്തയുണ്ട് എൻ്റെ മനസ്സിൽ കേട്ടോ. എനിവേ, കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്ലസ് ചെയ്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കും. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കർത്താവ് ഇപ്പോൾ ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവരെ ശല്യപ്പെടുത്തുന്ന എല്ലാ പൈശാചികത്തിലും അന്ധകാരത്തിലും ഉപദ്രവങ്ങളെ, ശല്യങ്ങളെ, ബാധകളെയും ഭൂതങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശിന്റെ ഇവരുടെ ചാട്ടിപ്പായിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ നിങ്ങളെ താങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം കൃപയിപ്പം നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവരെ പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവായ ദൈവം, പ്രത്യേകിച്ച് എൻ്റെ ദൈവമേ, ഈ ടോക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അയച്ചു കൊടുക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് അവർക്ക് ഈ ആശീർവാദം ഒരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവ്
കർത്താവ് 1000, 2000, 3000, 5000 പേർക്കൊക്കെ അയക്കുന്നവരുണ്ടല്ലോ കർത്താവ്. അവരെല്ലാം ഓർക്കുകയാണ് കർത്താവ്. ദൈവം 2-3 പ്രത്യേക നിയമങ്ങൾ. ഒന്ന്, എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യക്കാരും പ്രാർത്ഥിക്കുന്ന ഓർക്കണം. ഒന്ന്, കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ ഞാൻ മധ്യസ്ഥ ഇവരെ പേരുകൾ എഴുതപ്പെടുക. 2, കർത്താവ് ഇവർക്കെതിരെ എഴുതപ്പെടുന്ന പാപങ്ങൾ ഇവർ ചെന്ന് സുവിശേഷ വേലയെ പ്രതി തുടച്ച് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3, കർത്താവായ ദൈവമേ, ഇവരുടെ പ്രത്യേക ഇപ്പോഴുള്ളവരുടെ ഭൗതിക ആവശ്യങ്ങളിൽ ഇടവരട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുക. അതുപോലെ സുവിശേഷ വേല ചെയ്യുന്നവർക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ബ്ലെസ്സിംഗ് എല്ലാം അവർക്ക് കൊടുക്കുവാൻ തിരുവുള്ളമാക്കണേ. നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ശംശിയാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.